ഉപരാഷ്ട്രപതിയായിരുന്ന ജഗ്ദീപ് ധൻഖർ ഒരു രാഷ്ട്രീയ അട്ടിമറി നടത്താനായിട്ട് ചില ശ്രമങ്ങൾ നടത്തുന്നു. ഇത് കണ്ടുപിടിച്ചുകൊണ്ട് BJP നിർബന്ധപൂർവ്വം ഇദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിച്ചാണെന്ന് പറഞ്ഞാൽ ശരിയാവും? 100% ശരിയാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത, ജഗദീപ് ധൻഖറിന് പ്രതിപക്ഷം അത്താഴ വിരുന്നൊരുക്കുന്നു. ആരാണ്? BJPയുടെ ഉപരാഷ്ട്രപതിയായിരുന്ന, രാജ്യസഭാ അധ്യക്ഷനായിരുന്ന, നാടകീയമായി രാജിവെച്ച ജഗദീപ് ധൻഖറിന്, അതായത് പ്രതിപക്ഷം കോൺഗ്രസ് പാർട്ടി ഇംപീച്ച് ചെയ്യുമെന്ന് വരെ 6 മാസം മുമ്പ് പറഞ്ഞ ജഗദീപ് ധൻഖറിന് എന്തുകൊണ്ട് പ്രതിപക്ഷം ഇന്ത്യ മുന്നണി അത്താഴ വിരുന്ന് ഒരുക്കാൻ പോകുന്നു? ചോദ്യം പ്രസക്തമല്ലേ? കാരണം ബദ്ധശത്രുതയാണ്. ചില ആളുകൾ ഈ ജഗദീപ് ധൻഖറിൻ്റെ വേഷത്തനുസരിച്ച് മിമിക്രി പോലെ നടത്തി. രാഹുൽ ഗാന്ധി അത് ഷൂട്ട് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. ഇപ്പം പെട്ടെന്ന് ജഗദീപ് ധൻഖർ ഈ മൺസൂൺ സമ്മേളനം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് ഇന്ത്യ മുന്നണിക്ക്, രാഹുൽ ഗാന്ധിക്ക്, ഖാർഗയ്ക്കൊക്കെ പ്രിയപ്പെട്ടവരായി. ജഗദീപ് ധൻഖർ രാജിവെക്കുന്നത് രാത്രി 9 മണിക്കാണ്. 9 മണിക്ക് തൊട്ട് മുമ്പ്, അതായത് 8 മണിക്ക് ശേഷം ജഗദീപ് ധൻഖർ ഫോണിൽ സംസാരിച്ചത് ആരോടെന്നറിയുമോ? കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിയായി ജയറാം രമേശിനോട് 40 മിനിറ്റോളം സംസാരിച്ചിട്ടുണ്ട്. ഇത്ര ദീർഘമായ സംസാരം 40 മിനിറ്റോളം സംസാരിച്ചു. അതായത് BJPയുടെ ഉപരാഷ്ട്രപതി രാജിവെക്കും മുമ്പ് താൻ രാജിവെക്കാൻ പോകുന്നു, അതിൻ്റെ കാരണങ്ങൾ വിശദീകരിച്ച് 1 മണിക്കൂർ മുമ്പ് JP നദ്ദ എന്ന് പറഞ്ഞ BJP അധ്യക്ഷനോടല്ല സംസാരിച്ചത്. ഓം ബിർള എന്ന് പറയുന്ന തൻ്റെ അതേ പണി ചെയ്യുന്ന ലോകസഭ സ്പീക്കറിനോടല്ല സംസാരിച്ചത്. BJPയിലെ സഹപ്രവർത്തകരോടല്ല സംസാരിച്ചത്. ജയറാം രമേശിനോട് 40 മിനിറ്റ് സംസാരിച്ചു. എന്താണ് കാരണം? ഇതെല്ലാം കൂടെ കൂട്ടി വെച്ച് വായിക്കുമ്പോൾ ഡൽഹിയിലെ അന്തഃപുരങ്ങളിൽ, പാർലമെൻറ്റിൻ്റെ ഇടനാഴികളിൽ നടന്ന ചില നിർണായകമായ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ജഗദീപ് ധൻഖർ അങ്ങനെ വലിയ പൊളിറ്റിക്കൽ സ്റ്റേച്ചർ ഒന്നും ഉണ്ടായിരുന്ന ആളല്ല. ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന രാഷ്ട്രീയക്കാരനൊന്നും ആയിരുന്നില്ല. ആയിരുന്നു? നമ്മളത് കേട്ടില്ലേ? ഉപരാഷ്ട്രപതി. അതെ, വളരെ പെട്ടെന്ന് മോദി കൊണ്ടുവരുന്നു, മോദി ഉപരാഷ്ട്രപതിയാക്കുന്നു. ജഗദീപ് ധൻഖറിന് കഴിഞ്ഞ കുറച്ചു കാലമായി ഒരു വല്ലാത്ത രാഷ്ട്രീയ മോഹങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്ന് ഒരു സൂചനയുണ്ട്. അതിന് കാരണം അദ്ദേഹം പെട്ടെന്ന് ഭയന്നു. അദ്ദേഹത്തിനെ ഇംപീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺഗ്രസ്, ഇന്ത്യ മുന്നണി ഒരു പ്രമേയം രാജ്യസഭയിൽ കൊണ്ടുവരും എന്ന് വന്നപ്പോൾ ഒന്ന് ഭയന്നു. പിന്നീട് അദ്ദേഹം ചില കോംപ്രമൈസുകൾക്ക് തയ്യാറായി എന്നാണ് കേൾക്കുന്നത്. ഭരണഘടനയുടെ അനുച്ഛേദം 63 പ്രകാരമാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ഉപരാഷ്ട്രപതിക്ക് വലിയ അധികാരമൊന്നുമില്ല, ഒരു ആലങ്കാരിക പദവിയാണ്. എന്തെങ്കിലും അധികാരം ഉണ്ടെങ്കിൽ അത് രാജ്യസഭയുടെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുമ്പോൾ സഭ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അധികാരങ്ങൾ മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള ഉപരാഷ്ട്രപതിയോട് രാജിവെച്ച് പോവണം, അല്ലെങ്കിൽ ഇയാളെ ഇംപീച്ച് ചെയ്യുമെന്നും ഭരണകക്ഷിയായ BJP തന്നെ പറഞ്ഞതിനെ തുടർന്നാണ് ജഗദീപ് ധൻഖർ രാജിവെച്ചത്, എടുപ്പിടിയെന്ന് രാജിവെച്ചതെന്ന് എന്നുള്ള വിവരങ്ങളാണ് ദില്ലിയിലെ രാഷ്ട്രീയ ഉപശാലകളിൽ നിന്ന് പുറത്തു വരുന്നത്. ഇത് TMCയുടെ MP ആയ, തൃണമൂൽ കോൺഗ്രസിൻ്റെ MP ആയ ഡെറിക് ഒബ്രയോൺ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. പക്ഷേ അതൊരു പ്രതിപക്ഷ കക്ഷി വെറുതെ പറയുന്ന ഒരാക്ഷേപം എന്ന നിലയ്ക്കാണ് എല്ലാവരും കരുതിയെങ്കിൽ ഇപ്പോൾ പുതിയ വിവരങ്ങൾ വരികയാണ്. കാരണം കുറേ കാലമായി ജഗദീപ് ധൻഖർ എടുത്തു വരുന്ന നിലപാടുകളിൽ BJPക്ക് കടുത്ത അതൃപ്തിയുണ്ട്. ഡിസംബറിൽ ആരംഭിക്കുക. ഡിസംബറിൽ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പങ്കെടുക്കുന്ന ഒരു മീറ്റിങ്ങിൽ ഉപരാഷ്ട്രപതി ഉണ്ടായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് ഒറ്റ പ്രസംഗം, ഒരു ബോംബൊക്കെ പൊടിച്ചു. എനിക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ കടുത്ത അതൃപ്തിയാണ്. കർഷകരുടെ കാര്യം നോക്കൂ, കർഷകർക്ക് വേണ്ടി മോദി സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് വളരെ ഓപ്പണായി പ്രക്ഷോഭം നയിക്കുന്ന കർഷകർക്ക് ഉപരാഷ്ട്രപതി പിന്തുണ നയിക്കുന്ന തരത്തിൽ കർഷക പ്രക്ഷോഭമൊക്കെ ചീറ്റിപ്പോയി. എന്നാൽ പോലും അതിനൊന്ന് ആളിക്കത്തിക്കാൻ ഫ്യൂവൽ ചെയ്യുന്ന തരത്തിൽ ജഗദീപ് ധൻഖർ സംസാരിച്ചു. പ്രതിപക്ഷത്തിൻ്റെ സ്വരമായിരുന്നു അത്. വിവാദമായപ്പോൾ JP നദ്ദ BJP അധ്യക്ഷരോടും പ്രധാനമന്ത്രിയോടും എന്തിന് കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനോടും ധൻഖർ മാപ്പ് പറഞ്ഞു, താനിനി ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞു. അതവിടെ കഴിഞ്ഞു. അതിനുശേഷം ഏറ്റവും നിർണായകമായ ഈ പാർലമെൻറ്റ് സെഷനിൽ സംബന്ധിച്ചത് നോട്ടുകെട്ടുകൾ വീട്ടിൽ പിടിച്ച ജസ്റ്റിസ് വർമ്മയെ ഇംപീച്ച് ചെയ്ത കാര്യം. ഇംപീച്ച് ചെയ്യാനായിട്ട് ലോക്സഭയിൽ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും MP-മാർ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർള നടപടിയെടുക്കാനിരിക്കുകയാണ്. അപ്പോഴാണ് രാജ്യസഭയിൽ പ്രതിപക്ഷത്തു നിന്നുള്ള 63 പേർ നോട്ടീസ് കൊടുത്തു. ഭരണപക്ഷം നോട്ടീസ് കൊടുക്കാൻ പോകുന്നുവെന്ന് കൃത്യമായും ജഗദീപ് ധൻഖറിന് അറിയാം. പക്ഷേ ഭരണപക്ഷത്തിൻ്റെ നോട്ടീസ് വരുന്നത് കാത്തിരിക്കാതെ ലോക്സഭയിലെ നടപടികൾ സ്വീകരിക്കുന്നതിന് തൊട്ടു മുമ്പ് ജഗദീപ് ധൻഖർ ഏകപക്ഷീയമായി പ്രതിപക്ഷത്തിൻ്റെ നോട്ടീസ് സ്വീകരിച്ചു. അതിലൂടെ അദ്ദേഹം പറഞ്ഞത് ജനങ്ങൾ തിരഞ്ഞെടുത്ത പാർലമെൻറ്റ് സഭ എന്ന് പറയുന്നത് ലോക്സഭയാണ്. ലോക്സഭയെക്കാളും
കുറച്ചുകൂടെ മുകളിൽ സ്റ്റേച്ചർ ഉള്ളത് രാജ്യസഭയ്ക്കാണ് എന്ന് സ്ഥാപിക്കാൻ. ഞാൻ പ്രതിപക്ഷത്തെയും മാനിക്കുന്ന ആളാണ്, പ്രതിപക്ഷം നോട്ടീസ് തന്നാലും മതി എന്ന തരത്തിലുള്ള മെസ്സേജ് കൊടുത്തു. കാരണം ഇത് ചരിത്രമാണ്. ഈ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇംപീച്ച്മെൻ്റ് ഒക്കെ വളരെ അപൂർവമായിട്ട് നടന്നിട്ടുള്ളൂ. ഒരു 10, 25, 50 വർഷം കഴിഞ്ഞിട്ട് പാർലമെൻറ്റ് രേഖകൾ പരിശോധിക്കുമ്പോൾ രാജ്യസഭയിൽ ഇംപീച്ച്മെൻറ്റിന് ഭരണപക്ഷമല്ല പ്രതിപക്ഷമാണ് നോട്ടീസ് കൊടുത്തതെന്ന് പറഞ്ഞാൽ അത് ഭരണകക്ഷിക്ക് വലിയ തിരിച്ചടിയാണ്. ചരിത്രമായി മാറുകയാണ്. അത്തരം ഒരു പ്രോസസ്സ് എടുത്തതിൽ കേന്ദ്ര സർക്കാരിന് വലിയ അതൃപ്തി, പാർലമെന്ററി പാർട്ടിക്ക് അതൃപ്തി ഒക്കെ ഉണ്ടായി. അതിനുശേഷം അതുമാത്രമല്ല ഉണ്ടായത്, അതിനുശേഷം ആണ് പിന്നീട് രാജി ഉണ്ടാകുന്നത്. പക്ഷെ അതിനു മുമ്പ് നടന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്. ഇതിന് തൊട്ട് മുമ്പുള്ള ഞായറാഴ്ച ജഗദീപ് ധൻഖറിൻ്റെ വീട്ടിലേക്ക് ഒരു വിശിഷ്ട അതിഥി വന്നു. അരവിന്ദ് കെജ്രിവാൾ ഒരു MP അല്ല, MLA അല്ല, ആരുമല്ല, ഒരു പാർട്ടിയുടെ കൺവീനർ, ദേശീയ കൺവീനർ മാത്രമാണ്. അതുകൂടാതെ കഴിഞ്ഞ കുറച്ചു കാലമായി ഉപരാഷ്ട്രപതിയുടെ വസതി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാക്കന്മാരുടെ ഒരു കൂടാരമായി മാറിയിരിക്കുന്നു. അവർ നിരന്തരം പ്രതിപക്ഷ നേതാക്കന്മാരെല്ലാം ഉപരാഷ്ട്രപതിയുടെ വീട്ടിൽ കൂടുകയാണ്. അപ്പോൾ സഭയിൽ പ്രതിപക്ഷത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് ഉപരാഷ്ട്രപതി സമ്മതിച്ചിരുന്നു. രാജ്യസഭാ അധ്യക്ഷനായ ജഗദീപ് ധൻഖർ സമ്മതിച്ചിരുന്നു. ഇതൊരു ചോദ്യം. ഇത് ഇന്റലിജൻസ് റിപ്പോർട്ടുകളൊക്കെ കേന്ദ്ര സർക്കാർ കിട്ടുന്നുണ്ട്. ജയറാം രമേശുമായി 40 മിനിറ്റ് സംസാരിച്ചത് എന്തായാലും ജയറാം രമേശും പറയത്തില്ല, ധൻഖറും പറയത്തില്ല, കേന്ദ്ര സർക്കാർ അറിഞ്ഞു. അത് മാത്രമല്ല, ഇവിടെ ഈ നിരന്തരം പ്രതിപക്ഷ നേതാക്കൾ ഉപരാഷ്ട്രപതിയുടെ വസതിയിലേക്ക് വരുന്നു. ഇതെന്താണ് കാര്യം എന്ന് ആലോചിച്ചിരിക്കുമ്പോഴത്തേക്ക് ഈ മൺസൂൺ സെഷൻ ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് ഖാർഗെയും ജഗദീപ് ധൻഖറും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടക്കുന്നു. അതിൻ്റെ വീഡിയോ ജയറാം രമേശ് എക്സിലും ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ പാർലമെൻറ്റ് സമ്മേളനം, മൺസൂൺ സമ്മേളനം ആരംഭിക്കുമ്പോൾ രാജ്യസഭാ അധ്യക്ഷൻ പതുക്കെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തേക്ക് ചായുന്നു എന്നൊരു സിഗ്നൽ കേന്ദ്ര സർക്കാരിന് കിട്ടിയിരിക്കുന്നത് വലിയ അലാമിംഗ് ആണ്. കാരണം രാജ്യസഭയിൽ സർക്കാരിൻ്റെ നിലപാടുകൾക്ക് എതിരായി ഒരു നിലപാട് രാജ്യസഭാ അധ്യക്ഷനെടുത്ത ഗവൺമെൻറ് ചിലപ്പോൾ രാജിവെക്കേണ്ടി വരും. സർക്കാരിന് വലിയ പ്രതിസന്ധിയാണ്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് അത്തരം ഒരു ഘട്ടത്തിലേക്ക് പോകുമെന്നുള്ള ചില സൂചനകൾ കേന്ദ്ര സർക്കാരിന് ലഭിച്ചു. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ അടിയന്തരമായി പ്രധാനമന്ത്രിയുടെ സന്ദേശം ജഗദീപ് ധൻഖർ കൈമാറിയെന്നും വൈകിട്ട് രാത്രി 9 മണിക്ക് മുമ്പ് രാജിവെച്ചിരിക്കണം, ഇല്ലെങ്കിൽ നാളെ സഭയിൽ ഉപരാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യാനുള്ള പ്രമേയം ഭരണകക്ഷി അവതരിപ്പിക്കും എന്നുള്ള മെസ്സേജ് വന്നതോടുകൂടിയാണ് ജഗദീപ് ധൻഖർ രാജിവെച്ചതെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്ത. വല്ലാതെ ഭയന്നു. ഇല്ലെങ്കിൽ വേറെ പുറത്താക്കും, വളരെ അപമാനിക്കപ്പെട്ട് പുറത്തു പോകും. ഇത് മാത്രമല്ല, മറ്റൊന്നു കൂടി ഉണ്ട്. കാരണം ഈ ഉന്നത സ്ഥാനങ്ങൾ, CBI, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അങ്ങനെയുള്ള പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിൻ്റെയൊക്കെ തലവന്മാരെ നിയമിക്കുന്നത് പ്രധാനമന്ത്രി അധ്യക്ഷനായ അപ്പോയിൻമെൻറ്റ്സ് കമ്മിറ്റി ഓഫ് ക്യാബിനറ്റ്, ACC എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയാണ്. പ്രധാനമന്ത്രി വിദേശത്ത് പോയിരിക്കുമ്പോൾ പെട്ടെന്ന് ജഗദീപ് ധൻഖർ രാജ്യസഭാ TV ആയ സൻസദ് ടെലിവിഷൻ ഇതിൻ്റെ സെക്രട്ടറിയും ഇൻചാർജുമായിട്ട് താരതമ്യേന ജൂനിയറായ ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കാൻ ഉത്തരവിടുന്നു. അതായത് ഇത്തരം നിയമനം നടത്തേണ്ടത് പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ടുള്ള ACC ആണ്. ACC കൂടാതെ പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഇല്ലാത്തപ്പോൾ രാജ്യസഭാ സൻസദ് TVയുടെ ചുമതലക്കാരനായി തനിക്കിഷ്ടമുള്ള ഒരാളെ നിയമിച്ചുകൊണ്ട് ചരിത്രത്തിൽ ഇന്നുവരെ ആരും ചെയ്യാത്ത തരത്തിൽ ജഗദീപ് ധൻഖർ ഉത്തരവിറക്കി. ഇത് വലിയ വിവാദമായപ്പോൾ ഈ ബ്യൂറോക്രസി എന്ത് ചെയ്തു, ഉദ്യോഗസ്ഥർ തലത്തിൽ ഈ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, നിങ്ങൾ ആ പദവിയിൽ ജോയിൻ ചെയ്യരുത്, നിങ്ങൾ ലീവ് എടുക്കൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പ്രധാനമന്ത്രിക്ക് മാത്രം നിയമനം നടത്താൻ, അല്ലെങ്കിൽ പ്രധാനമന്ത്രി അധ്യക്ഷനായുള്ള കമ്മിറ്റിക്ക് മാത്രം നിയമനം നടത്താൻ അധികാരമുള്ള ഒരു നിയമനം വരെ നടത്തി തൻ്റെ ഇഷ്ടക്കാരെ അവിടെ ചേർക്കാൻ കൂടി, അവിടെ കൊണ്ടുവരാൻ കൂടി ഒരു ശ്രമം നടത്തി. ഈ നിയമിക്കപ്പെട്ട ആളുകളുടെ രാഷ്ട്രീയ പശ്ചാത്തലം BJP രാഷ്ട്രീയമല്ല. അതുകൂടെ നോക്കണം. ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന് വളരെ കൃത്യമായ ഒരു സിഗ്നൽ കിട്ടി. ജഗദീപ് ധൻഖർ പതുക്കെ പ്രതിപക്ഷത്തിൻ്റെ ആളായി പോവുകയാണ്. അദ്ദേഹത്തിന് വലിയ ഓഫറുകൾ കിട്ടിയെന്നാണ് പറയുന്നത് പ്രതിപക്ഷം. അതായിരിക്കും അല്ലേ? അങ്ങനെയുള്ള ചില ഓഫറുകളൊക്കെ കിട്ടിയതിനെ തുടർന്ന് ജഗദീപ് ധൻഖറിനെ മാറ്റേണ്ടത് BJPക്ക് സഭ സുഗമമായി നടത്തിക്കൊണ്ടു പോവാൻ അനിവാര്യമായ സാഹചര്യം ഒരുക്കി എന്നതുകൊണ്ടാണ് മോദി സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ഒരു നീക്കത്തിന് ജഗദീപ് ധൻഖർ രാജ്യസഭാ അധ്യക്ഷ പദവിയും അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയും ഉപയോഗിച്ചോ എന്നുള്ള സംശയത്തെ തുടർന്നാണ് അദ്ദേഹത്തോട് നിർബന്ധമായി രാജിവെക്കാൻ ആവശ്യപ്പെട്ടതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത.